മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ഇപ്പം പ്രവർത്തനം നിർത്തിവെച്ചേക്കുവാണ്. ഈ ഹൈക്കോടതിയുടെ വിധി വന്ന ശേഷം മാത്രമേ ഇനി തുടർ നടപടി ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ട് ഈ സർക്കാർ കോടതിയെ അറിയിച്ചത് അതൊരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല, അർദ്ധ ജുഡീഷ്യൽ കമ്മീഷൻ പോലും അല്ല എന്നാണ് സർക്കാർ കോടതി പറഞ്ഞത്. അപ്പോൾ എന്തായിരിക്കും ഈ മുനമ്പം വിഷയത്തിൽ ഇനി? മുനമ്പം വിഷയത്തിൽ സർക്കാർ സത്വരമായി ഇടപെടണം എന്ന ആവശ്യം അത് കേരളത്തിൻ്റെ ഒരു ആവശ്യമാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആവശ്യമില്ല. മുനമ്പത്ത് നമുക്ക് അവിടെ സമാധാനം കൊണ്ടുവരണം, അതുപോലെ തന്നെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സർക്കാരാണ് ആ കാര്യത്തിൽ വസ്തുതാപരമായി നിയമപരമായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് മുസ്ലിം സംഘടനകളും അതുപോലെ തന്നെ നമ്മുടെ ബിഷപ്പുമാരും എല്ലാവരും കൂടി അതിനെ സ്വാഗതം ചെയ്തിട്ടുള്ളത്. അപ്പോൾ സർക്കാരാണ് ആ കാര്യത്തിൽ ഇനിയും ചെയ്യുന്നത്. സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. സാങ്കേതിക പ്രശ്നങ്ങൾ സർക്കാരിനും കോടതിക്കും പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അത് ആ രീതിയിൽ തന്നെ വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ. ഈ കമ്മീഷനിലൂടെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു അത് ഞാൻ പറഞ്ഞത്, ഈ കമ്മീഷനിലൂടെ പരിഹാരം കാണണം എന്നുള്ളത് കൊണ്ടാണല്ലോ സർക്കാർ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സാങ്കേതികമായിട്ട് ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. അതിന് പരിഹരിക്കാനും സർക്കാരിന് സാധിക്കും. ഓക്കെ, മുൻപ് വിഷയത്തിലേ അത് പറഞ്ഞു സർക്കാർ അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നുണ്ട്. സാങ്കേതിക അതോടൊപ്പം തന്നെ ഈ നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, 2026 തെരഞ്ഞെടുപ്പിൽ ലീഗിനെ നയിക്കുക കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് എന്നുള്ളത്. അപ്പം അത് ലീഗിൻ്റെ ഒരു പ്രഖ്യാപിത നയമാണ് തന്നെയാണല്ലോ. കുഞ്ഞാലി സാഹിബ് ഞങ്ങളുടെ ക്യാപ്റ്റൻ ഇതാണ്, അദ്ദേഹം തന്നെ ആയിരിക്കും നയിക്കുക. ക്യാപ്റ്റൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെയാണ്. മുസ്ലിം മാത്രമല്ല UDF മുഖ്യമന്ത്രി ആ പദത്തിലേക്കൊക്കെ നമുക്ക് ഇല്ല ഒന്നും പറയാനില്ല. ഒരു കാര്യമുണ്ട്, നമ്മളൊരു ഇപ്പോൾ മുകേഷ് MLA-ക്കെതിരെ ബലാത്സംഗ കേസിൽ അല്ല, പിന്നെ പറയാം തങ്ങളിരിക്കുമ്പോൾ നമുക്ക് വേറെ പറയാം.